അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിനിണങ്ങുന്നത് പോലെ ജീവിക്കാൻ കഴിയുക, മനസ്സിൽ എങ്ങനെയാണോ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ജീവിക്കാൻ കഴിയുക, ഇതൊക്കെ നമ്മുടെ കൽബിൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് അല്ലേ. പലപ്പോഴും നടക്കാതെ പോയ ഒരു സ്വപ്നം എന്നൊക്കെ പറയാം. എന്നാൽ നമ്മുടെ കൽബിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ എനിക്ക് ജീവിക്കാനുള്ള സർവ്വ വഴികളും തുറന്നു കിട്ടാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുതകരമായ സൂറത്ത് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സൂറത്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്ം, വന്നജ്മി ഇദാ ഹവ മാ ദല്ല സാഹിബുക്കും വമാ ഗവ, ഒരുപാട് അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്ര വർണ്ണിച്ച മറ്റൊരു സൂറത്തുണ്ടോ എന്ന് സംശയമാണ്. അത്രത്തോളം മഹത്വം പറഞ്ഞ സൂറത്തുൻ നജ്ം നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം, അതുപോലെ മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം 4 വലിയ നേട്ടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ. നബി തങ്ങളുടെ ഹദീസിലുണ്ട്, ആരെങ്കിലും ഒരാൾ മൻകാന യുദ്മിനു ഖിറാഅത വൻ നജ്ം, സൂറത്തുൻ നജ്ം ആരെങ്കിലും ഒരാൾ നിരന്തരം പാരായണം ചെയ്തു, ഫീ കുല്ലി യൗമിൻ ഔ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും അല്ലെങ്കിൽ എല്ലാ പകലിലും പറ്റുന്നതുപോലെ ദിവസത്തിൽ ഒരിക്കൽ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദിവസത്തിൽ ഒരു തവണ രാത്രിയോ പകലോ പാരായണം ചെയ്താൽ ആഷ മഹ്മൂദൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സ്തുതിക്കപ്പെടുന്നവനായി അയാൾ ജീവിക്കുന്നതാണ് എന്ന്. അതായത് ഒരാളും കുറ്റം പറയാത്ത രൂപത്തിൽ, ഒരാളും അയാളെപ്പറ്റി മോശം പറയാത്ത രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു അയാൾക്ക് അവസരം കൊടുക്കും. അതോടൊപ്പം പറയുന്നുണ്ട് വക്കാന മഗ്ഫൂറൻ ലഹു, ആ വ്യക്തി ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളെയും അള്ളാഹു അങ്ങ് മാപ്പ് ചെയ്തു കൊടുക്കും. ആ വ്യക്തി ചെയ്ത മുഴുവൻ തെറ്റുകളെയും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. അതുപോലെ വക്കാന മഹ്ബൂബൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സ്നേഹിക്കപ്പെടുന്നവൻ, ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരായി ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. നബി തങ്ങളുടെ ഹദീസിൽ കാണാം. നോക്കുക, ഈ ഒരു സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ആള് അയാളുടെ കൽബിനിണങ്ങുന്ന പോലെ ജീവിക്കാൻ കഴിയുക. അതോടൊപ്പം മഹാന്മാർ ചേർത്ത് പറയുകയാണ് ലിൽ ഹയാത്തിൽ മർദിയ, അയാൾ എങ്ങനെയാണോ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ഞാനിപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ ജീവിക്കാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ മതി. ഇഖ്റ സൂറത്തുൻ നജ്ം കുല്ല യൗമിൻ ഔ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അല്ലെങ്കിൽ എല്ലാ പകലിലും ദിവസത്തിൽ ഒരു തവണ ഈ ഒരു സൂറത്ത് നിരന്തരം പാരായണം ചെയ്താൽ ആ വ്യക്തി എങ്ങനെയാണോ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ രൂപത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന്. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദഹിക്കൂല. അങ്ങനെ ഉണ്ട് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കൊടീശ്വരനാകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ച് ഇതങ്ങനെ ഊതിയാൽ പോരെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. കുബുദ്ധികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എനിക്ക് നൽകിയത് കൊണ്ട് എൻ്റെ കൽബ് തൃപ്തിപ്പെടുകയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപത്തിൽ അള്ളാഹു അതിനെ സംവിധാനം ചെയ്തു തരികയും ചെയ്യും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. മനസ്സിലായോ? അതായത് ഞാൻ ജീവിക്കണമെന്ന് എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ സംഗതികൾ എൻ്റെ കൽബിന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, എന്നിലേക്ക് അടുപ്പിച്ചു നൽകും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കും. ഇതാണ് എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു മാർഗമായി മഹാന്മാർ പഠിപ്പിച്ചു തന്നത്. അതോടൊപ്പം പറയുന്നുണ്ട് ലി ഖലാഇൽ ഹവായിജി, നമുക്കൊരാഗ്രഹമുണ്ട് എങ്കിൽ, എനിക്കൊരു ആഗ്രഹം പൂർത്തിയായി കിട്ടണമെങ്കിൽ ഈ ഒരു സൂറത്ത് കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും. മഹത്തുക്കൾ പറയുന്നു എന്ത്, ഇഖ്റ സൂറത്തുൻ നജ്ം 21 മറ, ആരെങ്കിലും ഒരാൾ 21 തവണ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു, മഹത്തായ ഈ സൂറത്തുൻ നജ്ം പാരായണം ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ അയാളുടെ ആവശ്യം റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദിയത്ത് ഹാജത്തുഹു, ആ വ്യക്തിയുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാട്ടെ. ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗമാണ് 21 തവണ ഈ ഒരു സൂറത്ത്. അതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. എപ്പോഴാണോ ഓതി തീർക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് ആവശ്യം പൂർത്തീകരിച്ച് കിട്ടേണ്ടവർ പെട്ടെന്ന് ഓതി തീർക്കാം. അതുപോലെ ഇഖ്ലാസോടുകൂടി ഓതുക, അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഓതുക, നല്ല യഖീനോടുകൂടി ഓതുക, ഇത് നടന്നു കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടി. ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ഒരു പരീക്ഷണാർത്ഥം ഓതുന്നത് നമുക്ക് ഫലം ചെയ്യുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. അതോടൊപ്പം അവസാനമായി ഇനി പറയുന്ന മറ്റൊരു വലിയ നേട്ടം കേൾക്കണോ, ലിനൈലിൽ ഹസനാത്തില്ലത്തി ലാ തുഅദ്ദു, നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളുടെ പെരുമഴ പെയ്യിച്ചു തരും. എന്ന് വെച്ചാൽ എണ്ണിത്തിട്ട ലാ തുഅദ്ദു എന്ന് പറയാം, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ, എണ്ണി പൂർത്തിയാക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, നന്മകളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം ധന്യമാക്കുമെന്ന് മഹാന്മാർ പറഞ്ഞു തരികയാണ്. ഒന്നിനു പിറകെ ഒന്നായി പേമാരി പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അധികരിപ്പിച്ചു നൽകും. അങ്ങനെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കാനും നമ്മളുടെ കൽബിലിണങ്ങുന്ന രൂപത്തിലാകാനും മഹാന്മാർ അവർ പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സൂറത്തുൻ നജ്ം പാരായണം ചെയ്യൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളും ജീവിതത്തിൽ പതിവാക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.